ഇന്നത്തെ ലോകത്ത് നമുക്കെല്ലാവർക്കും തിരക്കാണ്. ഒന്നിനും ഒരു സമയം കിട്ടാറില്ല. അത് ജോലിയിലായാലും അല്ലാതെയാണെങ്കിൽ പോലും നമുക്ക് തിരക്കോട് തിരക്കാണ്. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഒഴിവ് ദിവസങ്ങളിലെ വാരാന്ത്യങ്ങൾ ചിലവഴിക്കാൻ നമ്മൾ സ്ഥലങ്ങൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരല്പം മാറി സ്വസ്ഥമായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ദുബായ് പോലുള്ള സിറ്റികളിൽ, നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് തിരക്കൊഴിഞ്ഞ ചില ഭാഗങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത്. അത്തരം സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ദുബായിൽ തിരക്കൊഴിഞ്ഞ ഒരു വാരാന്ത്യം ചിലവിടാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദവും വളരെ മാനസിക ഉല്ലാസം നൽകുന്നതും ആയ ഒരു സ്ഥലമാണ് ഈ ഒരു പോണ്ട് പാർക്ക്. പോണ്ട് പാർക്ക് എന്ന് പറയുന്നത് ബർഷയിലാണ്, ബർഷ 2-ലാണ് ഉള്ളത്. അവിടെ എല്ലാ സൗകര്യങ്ങളും, ജോഗിങ്ങിന് ഉള്ള സൗകര്യമുണ്ട്, പിള്ളേർക്ക് വേണ്ടി ഉള്ള ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ട്, ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്, ടെന്നീസ് കളിക്കുന്നവർക്ക് ടെന്നീസിനുള്ള സൗകര്യമുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ബോട്ടിങ്, ഫിഷിങ്, അങ്ങനെ തുടങ്ങി എല്ലാവിധ വിനോദ ഉപാധികളുമുള്ള ഒരു പാർക്കാണ് ബർഷ 2-ലുള്ള ബർഷ പോണ്ട് പാർക്ക്. ഹലോ, നമസ്കാരം. Z7 പാസിംഗ് ഷോ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബർഷ പോണ്ട് പാർക്കിൻ്റെ ഉള്ളിലാണ്. ബർഷ പോണ്ട് പാർക്കിൻ്റെ ഉള്ളിലുള്ള ലേക്കിൻ്റെ മുന്നിലാണ്. ഈ തടാകം മനുഷ്യനിർമ്മിതമാണ്. ഈ കുളം ഇത് ഏകദേശം ഒരു 10 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. 10 ഏക്കർ സ്ഥലത്തോളമുണ്ട് ഈ തടാകം. ഇതിനുള്ളിൽ നമുക്ക് ബോട്ട് സവാരി, കുട്ടികൾക്ക് ബോട്ട് സവാരി ചെയ്യാനുള്ള സംവിധാനം, അല്ലാതെ നമുക്ക് പ്രായമായവർക്ക് കുടുംബസമേതം ബോട്ട് സവാരിയും ഫിഷിങ്ങും ക്രൂയിസിങ്, അങ്ങനെ ഉള്ള ക്രൂയിസ് റേസിങ്, അങ്ങനെയൊക്കെ ഉള്ള വിനോദ ഉപാധികൾ ഈ പോണ്ടിനുള്ളിലുണ്ട്, ഈ പോണ്ടുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് ഈ പോണ്ടിനുള്ളിൽ ചിലവഴിക്കാം. അതിന് 50 ദിർഹം തൊട്ട് മേലോട്ടാണ് അതിന് ചാർജ് ഈടാക്കുക. അപ്പോൾ അങ്ങനെ അത്തരം വിനോദങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് നമുക്ക് ബോട്ട് വാടകയ്ക്ക്, ബോട്ട് റെൻ്റലുണ്ട് ഇവിടെ. ബോട്ട് റെൻ്റലാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് അവർ കൂടെ വേണമെങ്കിൽ വരും, അതല്ല നമുക്ക് വേണമെങ്കിൽ തനിയെ ഓടിച്ചു പോകാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെയും അവസരമുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം അങ്ങനെ ചിലവഴിക്കാനുള്ളൊരു വിനോദ ഉപാധി ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം, കുട്ടികൾക്ക് ഊഞ്ഞാല പോലുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട്. നല്ല ഗ്രീനറിയാണ്, നല്ല സീനറിയാണ്, പച്ചപ്പ് മാത്രമാണ്. ഇവിടെ മറ്റ് എൻവിറോൺമെൻറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടുന്നില്ല. ഇവിടെ പ്രകൃതി സൗന്ദര്യം നല്ലവണ്ണം ആസ്വദിക്കത്തക്ക രീതിയിൽ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഈ പുൽത്തകിടിയായാലും ചെടികളായാലും വൃക്ഷലതാദികളായാലും ഒക്കെ നല്ല മനോഹരമായി നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചിരിക്കുന്നു. കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണത് നമുക്ക്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, 100% ഗ്രീൻ സോളാർ പവേർഡാണ്. സോളാർ സിസ്റ്റത്തിലാണ് ഈ ബോട്ടുകളൊക്കെ ഓടുന്നത്. ഇവിടെ ഇതിന് കരി, പുക അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. ഡീസലോ പെട്രോളോ ഒന്നും ഉപയോഗിച്ചല്ല ഈ ബോട്ടുകൾ ഓടുന്നത്, ഫുള്ളി സോളാർ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫിഷിംഗ് നടത്താം. ബോട്ട് റെൻ്റൽ സർവീസാണിത്. ഈ 7 സീസ് ബോട്ട് റെൻ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ ബോട്ടിലാണ് നമുക്കിവിടെ വാടകയ്ക്ക് ലഭിക്കുക. ഫിഷിംഗ് ഉണ്ട്, ക്രൂയിസിംഗ് ഉണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. മൊത്തം ഈ പാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50 ഏക്കറാണ്. 50 ഏക്കർ ചുറ്റളവിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.
ഇതിനുള്ളിൽ നല്ല പച്ചപ്പാണ്. ഇതിനുള്ളിൽ ഒരുവിധപ്പെട്ട എല്ലാവിധ തണൽ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈന്തപ്പനയുണ്ട്. ഈന്തപ്പഴം ലഭിക്കുന്ന ഈന്തപ്പന തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദിവസവും നല്ല കാറ്റ്, നല്ല കാറ്റ് എപ്പോഴും ലഭ്യമാണ് ഇവിടെ. ഈ കുളത്തിൽ നിന്നും നല്ല കാറ്റ് നമുക്ക് കരയിലേക്ക് അടിച്ചു വരുന്നുണ്ട്. ആ കാറ്റേറ്റിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു ഫ്രീഡം സാധ്യമാണ്. അവിടെ നമുക്ക് ആ കാണുന്ന ഭാഗത്ത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. എല്ലാവിധ സീ ഫുഡ് ഐറ്റംസും ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇത് ദുബൈയിൽ തന്നെ ഏറ്റവും വലിയ ഒരു റെസ്റ്റോറൻ്റാണ്. ഏകദേശം 500 പേർക്കോളം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ട്രഡീഷണൽ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് അറബിക് സ്റ്റൈലിലുള്ള ഫുഡുകളാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാണ്ട് ഉള്ള സീ ഫുഡ്സ് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്ന് നമുക്ക് ഇവിടെ ചിലവഴിച്ച ശേഷം ഭക്ഷണവും കഴിച്ച് മടങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. അധികം എമൗണ്ടൊന്നും ഇവർ ഈടാക്കുന്നില്ല ഭക്ഷണത്തിന്. എങ്കിലും തരക്കേടില്ലാത്ത സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അൽഫനാർ സീ ഫുഡ് മാർക്കറ്റാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഫനാർ സീ ഫുഡ് ആണ് ഇവിടെ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് സെർവ് ചെയ്യുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാത്തരം ഫുഡ്സ്, അറബിക് സ്റ്റൈൽ ഫുഡ്സ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാമ്പുറമാണിത്. മറുവശത്താണ്, ഫ്രണ്ട് സൈഡ് അങ്ങേ സൈഡിലാണ്. ഇവിടെ കുട്ടികൾക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുട്ബോൾ കോർട്ടുണ്ട്. അപ്പുറത്ത് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കേണ്ടവർക്ക് അതാകാം, ഫുട്ബോൾ കളിക്കുന്നവർക്ക് അങ്ങനെയും ആകാം. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ വന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ സാധാരണ ദിവസങ്ങളിലും, വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും 7 മണി മുതൽ രാത്രി 11 മണി വരെയും ഇവിടെ പ്രവൃത്തി സമയമാണ്. ഇത് ജോഗിങ് ട്രാക്കാണ്. ഇത് ഏകദേശം 1500 മീറ്ററോളം, ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ ജോഗിങ് നമുക്ക് നടക്കാൻ, വൈകുന്നേരങ്ങളിൽ നടക്കാനുള്ള ട്രാക്ക് അവൈലബിൾ ആണ്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ട്രാക്കാണത്. അത് സ്പോഞ്ച് പോലെ പതുങ്ങിയ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ നടക്കാൻ നമുക്ക് വളരെ സുഖപ്രദമായ ഒരു ജോഗിങ്ങിനാണ് ലഭിക്കുക. 1.5 കിലോമീറ്റർ ഒരു ദിവസം നടക്കേണ്ടവർക്ക് നടക്കാം. 1.5 കിലോമീറ്റർ ഉണ്ട്. 2 തവണ ചുറ്റി വരുമ്പോൾ 3 കിലോമീറ്ററായി. ഒരു ദിവസം 3 കിലോമീറ്റർ നടക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് ഡോക്ടർമാരൊക്കെ നമ്മളെ പ്രിഫർ ചെയ്യുന്നത്. അതിന് സൗകര്യമുള്ളവർ, ഇതിനടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നാൽ ഒരു 2 റൗണ്ട് നടക്കാൻ പറ്റും. 2 റൗണ്ട് നടന്നു കഴിയുമ്പോൾ ഏകദേശം 3 കിലോമീറ്ററോളമായി. 3 കിലോമീറ്റർ നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം, ഇതിനുള്ളിൽ കൂടെ നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം നൽകും. കാരണം ഇവിടെ നമുക്ക് നല്ല വായുവാണ്, നല്ല ശുദ്ധവായു കിട്ടും. വേപ്പിൻ്റെ മരങ്ങളാണ് ഇവിടെ കൂടുതലും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേപ്പിൻ്റെ അതിൽ നിന്ന് വരുന്ന ഓക്സിജൻ ശ്വസിച്ച് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ
ജോഗിങ് കൂടാതെ തന്നെ നമുക്ക് എക്സസൈസുകൾ ഫ്രീ ആയിട്ട് എക്സസൈസ് ചെയ്യത്തക്കവണ്ണം ജിംനേഷ്യം പോലെ തന്നെ എല്ലാം ഒന്നുമില്ല എങ്കിലും അത്യാവശ്യം എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവിധ ടൂൾസുകളും ഉണ്ട് ഇവിടെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തരം ഒരുവിധം അത്യാവശ്യം ചെയ്യാവുന്ന എല്ലാ എക്സസൈസുകളും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഒന്നിനും ഫീസില്ല, ഒക്കെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. വളരെ നീറ്റാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത്രയേറെ ജനങ്ങൾ, വളരെയധികം ജനങ്ങൾ ഇവിടെ വന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലും നമുക്ക് ഈ പരിസരത്ത് എവിടെയും കാണാൻ സാധ്യമല്ല. അത്ര നീറ്റാണ്, വളരെയധികം നീറ്റുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ അൽബർഷ പോണ്ട് പാർക്ക് എന്ന് പറയുന്നത്. അത് ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് ഏരിയയാണ്. അവിടെ കഫ്റ്റീരിയ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ്, ജ്യൂസുകളൊക്കെ നമുക്ക് അവിടെ ലഭിക്കും. ഇവിടെ സൈക്കിള്, ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നമുക്ക് വാടകയ്ക്ക് ലഭിക്കും. അത് സൈക്ലിംഗ് ട്രാക്ക് പ്രത്യേകമായിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ നമുക്ക് ചവിട്ടാൻ ഒരു 3 കിലോമീറ്റർ, 2 റൗണ്ട് ചവിട്ടി വരുമ്പോൾ 3 കിലോമീറ്ററായി, 3 കിലോമീറ്റർ കൂടുതൽ വരും. ജോഗിങ് ട്രാക്കാണ് 1.5 കിലോമീറ്റർ. സൈക്ലിംഗ് ട്രാക്ക് കുറച്ചുകൂടി വലിപ്പമുണ്ട്. സൈക്ലിംഗ് ട്രാക്കിന് കുറച്ചും കൂടെ ദൂരം കിട്ടും. അത് കുറച്ചുകൂടെ ഔട്ടർ റോഡ് ചേർന്ന്, സൈഡിലോട്ട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം അതിന് കൂടുതലായിട്ടുണ്ട്. സൈക്കിളൊക്കെ റെൻറ്റിന് അവൈലബിൾ ആണ്. കുട്ടികളെയും കയറ്റിയിരുത്തി ചവിട്ടി പോകത്തക്ക സൈക്കിളുകളുണ്ട്. അതുകൂടാണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്, 3 വീലുള്ള. അതിൽ നമുക്ക് ഫാമിലി കൂട്ടി യാത്ര ചെയ്യാൻ ഉണ്ട്, റെൻറ്റിന് കിട്ടും, റെൻറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതിനൊന്ന് വലം വെച്ച് വരാം. അങ്ങനെയും നമുക്ക് സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റും. ഇവിടെ പ്രാർത്ഥന ഹാള്, ടോയ്ലറ്റ് ഒക്കെ അവിടെ സജ്ജമാണ്. 2010 ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ജോഗിങ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1500 മീറ്ററോളം കറങ്ങി ഒരു റൗണ്ട്, ഒരു ചുറ്റ്, ഒരു വലത്ത് വെച്ച് വരുമ്പോൾ 1500 മീറ്ററോളം നമ്മൾ നടന്നിരിക്കും. 1.5 കിലോമീറ്ററോളം ഈ ട്രാക്കിലൂടെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. കുട്ടികൾക്കുള്ള കളി പ്രദേശമാണ് ഇവിടെ. ഊഞ്ഞാലും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് വന്നിരിക്കുന്നവർക്ക്, കുട്ടികൾക്ക് ടൈം പാസിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അവർക്കും വളരെ മാനസികോല്ലാസം നൽകുന്ന ചെറിയ കളി ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഈ കുളത്തിലെ സ്ഥിരം താമസക്കാരാണ് ഈ പോകുന്നത്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. മുമ്പൊക്കെ വരുമ്പം ധാരാളം പേരുണ്ട്. താറാവുകളാണ് ഇത്. അവർ ഇറങ്ങി വന്ന് നീന്തുകയാണ്. ധാരാളം താറാവുകളുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ 2 എണ്ണത്തിനെ പുറത്ത് കാണാനുള്ളൂ, മറ്റുള്ളതൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും കൂടുതൽ വരുന്ന സന്ദർശകർ കൂടുതലുള്ള സമയങ്ങളിലും ഇവിടെ ഒരു ജലധാരയുണ്ട്, അത് ഓപ്പൺ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. നല്ല രസമാണ്. ജലധാരയും അതിനോട് ചേർന്ന് ഒരു ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ആയിട്ട് മനോഹരമായൊരു കാഴ്ചയാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് ഇല്ല. ഇന്നിപ്പോൾ കുറവായതുകൊണ്ടാണ് അതില്ലാത്തതെന്ന് തോന്നുന്നു.
കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുമുണ്ട്. 2 സ്ഥലത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഊഞ്ഞാലും മറ്റ് സാധനങ്ങളുമാണ്, മറ്റൊന്ന് റൈഡും അങ്ങനെയുള്ള സംവിധാനങ്ങളുമൊക്കെയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. നമുക്ക് ജോഗിങ്ങിനും അത്യാവശ്യം ബോട്ടിങ്, പിന്നെ വെറുതെ നടക്കാൻ, അതുപോലെ തന്നെ ജന്മദിന ആഘോഷങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ ആഘോഷ പരിപാടികൾ നടത്താവുന്നതാണ്. അതിനൊക്കെ ബുദ്ധിമുട്ടില്ല, ഫീസുമില്ല. പരിസരം വൃത്തികേടാക്കാതെ സൂക്ഷിക്കണം, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഫിനിഷാവുകയാണ് നമ്മുടെ ട്രാക്കിങ്. ഒപ്പം നമ്മുടെ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.